ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ എന്താണ്, അടദോശയാണ്. പരിപ്പ് ദോശയെന്നും പറയും. അപ്പം നമുക്ക് ആദ്യം ഇന്ന് വെള്ളത്തിൽ അരി പരിപ്പൊക്കെ നനയാടണത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നാളെ നമുക്ക് അരയ്ക്കണതും ചുടണതും. അപ്പം നമ്മൾ ആദ്യം അടദോശേന് നമ്മളിത് അരി എടുക്കാൻ പോണത് ഇതാ ഈ ക്ലാസ്സിലാണ്. ഞാൻ എടുക്കുന്നത് ഒരു 2 ഗ്ലാസ്സാണ്. ഈ അരി നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ഇടണത് തന്നെ, ഇഡ്ഡലി അരി എന്ന് പറയുക. ഇതിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം ഈ അരി ഇട്ടതാ. ഏതരി വേണമെങ്കിലും ഇടാം നമുക്ക്. ചിലവർ പച്ചരി ഇടുന്നവരും ഉണ്ട്. ഇത് ഈ അരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറച്ചും കൂടി ഉണ്ടാവും. വേറെ അരികളൊക്കെ ഇട്ടാൽ ഈ അരിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം ഞാൻ എപ്പോഴും ഇഡ്ഡലി അരിയാണ് സാധാരണ എല്ലാ മാവുകൾക്കും യൂസ് ചെയ്യണത് ഇഡ്ഡലി അരിയാണ്. പിന്നെ ഇതാ ഇതിൽ 2 ഗ്ലാസ് അരി ഇട്ടു. ഇപ്പം നമ്മൾ കടലപ്പരിപ്പാണ്, വടപ്പരിപ്പ്, വടക്കൊക്കെ നമ്മൾ ഇടില്ലേ, ആ പരിപ്പാണ്. 1 ഗ്ലാസ് വടപ്പരിപ്പ്, കടലപ്പരിപ്പ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പ്. ഇതിട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. രണ്ടും ഇങ്ങനെ കലർത്തി ഇടുമ്പോൾ ഒരു രുചി ഉണ്ടാവും. അങ്ങനെ 2 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് പരിപ്പ് വീതം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത്, ഞാൻ കുറച്ച് ഉലുവയും ഇടാറുണ്ട്. 1 സ്പൂണ്, ഒരു 1/2 സ്പൂണ് ഉലുവ. ഈ ഉലുവ നമ്മൾ അരിയിലാണ് ഇടേണ്ടത്. അതേപോലെ ഉഴുന്നും, ഇത്തിരി ഉഴുന്ന് ഇടാറുണ്ട് ഞാൻ. ഈ ക്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് തൊലിയുള്ള ഉഴുന്നാണ് ഇടുന്നത് ഞാൻ. എന്താന്നാ, തൊലിയുള്ളത് ഇട്ടാൽ നമുക്ക് ഇത്തിരിയല്ലേ ഇടുന്നുള്ളൂ. തൊലിയൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ കറുപ്പ് ഉഴുന്ന് വന്നിട്ട് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. കൈകാൽ വേദന, നരമ്പ് തളർച്ച, ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അത് കാരണം ഞാൻ ഇതുപോലെ കാര്യങ്ങൾക്കൊക്കെ തൊലിയുള്ള ഉഴുന്നാണ് യൂസ് ചെയ്യണത്. അപ്പം ഉഴുന്നും 1/2 ഗ്ലാസ്സാണ് ഇതിലെടുത്തിരിക്കുന്നത്, അരിയിലിടുന്നതാണ്. ഈ ഉലുവയും ഉഴുന്നും സാധാരണ അട ദോശയ്ക്ക് ഇടാറില്ല. ഞാനിടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മാവ് സ്മൂത്ത് കൊടുക്കും, അതേപോലെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഈ ഉഴുന്ന് എന്ന് പറയുന്നത് കറുപ്പുഴുന്നല്ലേ, തൊലിയുള്ളത്. രാവിലെ ഇത് കഴിക്കണത് ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ അതും ചേർത്ത് അങ്ങനെ ഇടാറുണ്ട്. പിന്നെ ഇടുന്നത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതാ ഉണക്കമുളക് ഇടും. ആ മുളക് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ കായം ഇടാറുണ്ട്. പിന്നെ ജീരകം, ചെറിയ ജീരകം, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യില്ലേ, ആ ജീരകം, ചെറിയ ജീരകം ഇതാ 1 സ്പൂണ്. ഇത് ഇടുമ്പോൾ ഈ ജീരകത്തിൻ്റെ ഒരു മണം, കായത്തിൻ്റെ ഒരു മണമൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇടണം. തനിച്ച് ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കണം. രാത്രിയാണ് ഇതൊക്കെ വെള്ളമൊഴിച്ച് വെക്കേണ്ടത്. പിന്നെ അരയ്ക്കണത് വന്നിട്ട് രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കണം. പൊന്താൻ പാടില്ല, പുളി വരാൻ പാടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ അരയ്ക്കണത്. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഇടുന്നത് വെള്ളത്തിൽ. ഇങ്ങനെ നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് നാളെ അരയ്ക്കാൻ നല്ല കുതിർന്നിട്ടുണ്ടാവും. പിന്നെ ഇതാ ഇതിലും കായ പൊടി ഉണ്ടെങ്കിൽ ഇടാം കായത്തിൻ്റെ. പക്ഷേ ഇങ്ങനെ കട്ട ഇടുമ്പോൾ നമുക്ക് വന്നിട്ട് ഒന്നും കൂടി നല്ല സ്മെല്ല് നല്ല ഉണ്ടാവും. അതിനാണ് ഈ വെള്ളം ഒഴിച്ച് വെക്കണത്. ജീരകവും മുളകും ഒക്കെ നാളെ നല്ല കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ വേഗം നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്, വേഗം അരവിടും. അത് കാരണമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നത്.
അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് നാളെ അരച്ച് ദോശ ഉണ്ടാക്കാം. അപ്പം നമ്മൾ രാത്രി അടമാവിന് ഇതാ വെള്ളത്തിലിട്ടത് ഒക്കെ കുതിർന്ന് നമുക്ക് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. അരി ഇതിങ്ങനെ തോലോട് തന്നെ നമ്മൾ അരയ്ക്കുക. തോലൊന്നും ഇതിൻ്റെ ഉഴുന്നിൻ്റെ തോലൊന്നും കളയണ്ട. അറിയില്ല നമ്മൾക്ക് എന്താണ് ഇതാ അതിൻ്റെ ഒപ്പം അരയ്ക്കുമ്പോൾ ചുവന്നുള്ളി, കരിവേപ്പില ഇതൊക്കെ ഇട്ട് കിട്ടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഈ ഉഴുന്നിൻ്റെ ഈ തൊലിൻ്റെ കളറൊന്നും അങ്ങനെ കാണില്ല. ഇത് നമുക്ക് കഴിക്കണത് നല്ലതാണ്. ഈ കറുപ്പുഴുന്ന് ആ തൊലി നല്ലതാണെന്നാണ് പറയുന്നത് ഡോക്ടർമാർ. അപ്പം പിന്നെ ഇപ്പം ഞാനൊന്നും പിന്നെ എടുക്കാറില്ല. പണ്ടൊക്കെ അത് എടുത്ത് കളയാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ട് തന്നെ. ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാം. ഗ്രൈൻഡറിലിട്ട് അരയ്ക്കാം. പക്ഷെ ഇപ്പോൾ മിക്സി എന്ന് പറയുമ്പോൾ വേഗം എളുപ്പ പണിയല്ലേ, പെട്ടെന്നാവും. ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം പിടിക്കും. രാവിലെ നമ്മൾ സമയമില്ലല്ലോ ഗ്രൈൻഡറിൽ ഇടാനൊന്നും. നമ്മൾ അരി, ഉഴുന്ന്, ഉലുവ, പിന്നെ ഉണക്കമുളക്, പിന്നെ ജീരകം, കായം ഒക്കെ ഇട്ടിട്ട് ഇതാ അരച്ചിട്ടുണ്ട്. അരിൻ്റെ ഒപ്പമാണ് നമ്മൾ മുളകൊക്കെ അരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അരയ്ക്കാൻ പറ്റില്ല. അരിൻ്റെ ഒപ്പം അരച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അരി നല്ല നൈസിൽ അരയ്ക്കണം എന്നൊന്നുമില്ല. കുറച്ച് പിരിവിരിപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവണം അങ്ങനെ കുറച്ച് പിരിവിരിന്ന് ഇങ്ങനെ ആവണം. ദോശമാവ് പോലെ നല്ല നൈസ് വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള അരിയും കൂടി അരച്ചിട്ട് കാണിക്കാം. ബാക്കിയുള്ള അരിയും കൂടി നമ്മൾ അരച്ചിട്ടുണ്ട്. അരക്കണതൊക്കെ പെട്ടെന്നാവും. ഇന്നലെ രാത്രി ഇട്ടതല്ലേ വെള്ളത്തിൽ, അപ്പോൾ പെട്ടെന്ന് അരയ്ക്കാൻ പറ്റും വേഗം. പിന്നെ ഈ പരിപ്പ് ഇത് നല്ല നൈസായിട്ട് അരയ്ക്കാൻ നിൽക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഉള്ളി, കരിവേപ്പിലയും ഇടാം. ഇത് തനിച്ചിടണമെന്നില്ല, ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് രണ്ടും ഇട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ല വെള്ളം പോലെ ആവശ്യമില്ല, കുറച്ച് കട്ടി വേണം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിതാ പരിപ്പ്, ഉള്ളി, കരിവേപ്പില ഒക്കെ ചേർന്ന് ഇത് അരച്ചിട്ട് വന്നിട്ടുണ്ട്. അതും ഈ അരി അരച്ചതിൻ്റെ ഒപ്പം ഇടുക. ബാക്കിയുള്ളതും കൂടി അരച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ചിലവർ ഇതിൽ മുരിങ്ങയില ഇടും, മല്ലിയില നല്ല പൊടിയായിട്ടും ഇടിച്ചിട്ടിടാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് ഞങ്ങൾക്ക് അതൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ രാവിലെ നമുക്ക് ചീരകളൊന്ന് കഴിച്ച പോലെ ഉണ്ടാവും. എല്ലാം നമ്മൾ അരച്ച് കഴിഞ്ഞു. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. എല്ലാത്തിലും ഇടാം. നമുക്ക് ഈ മാവ് ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കഴിക്കാം, ഉണ്ടാക്കി കഴിക്കാം. ദോശ ഒന്നും ആവില്ല.
കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്നാക്സ് പോലെ നമുക്ക് ഇത് ചെറിയൊരു ദോശ പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. കുട്ടികൾക്ക് വയറ് നിറയും, പിന്നെ അവർക്ക് ഒന്നുകൂടി നല്ലതുമാണ്. ദോശ ഒഴിച്ച് കാണിച്ചു തരാം. ഇതിന് തേങ്ങ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവും, സാമ്പാർ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും വേണ്ട, വെറുതെ കഴിക്കാനും രുചി ഉണ്ടാവും. ഇത്തിരി നെയ്യ് ഒഴിക്കാം. നെയ്യ് വേണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ, എണ്ണയൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി രുചി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം നല്ല ഇങ്ങനെ മുരുകിച്ച് ചൂടോട് കഴിക്കണം, ഒന്നും കൂടി ടേസ്റ്റാണ് ചൂടോട് കഴിക്കുമ്പോൾ. അടിപൊളി ദോശ, നല്ല സ്മൂത്തും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. സൂപ്പറായിട്ടുണ്ട്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട്. സൂപ്പറായിട്ടുണ്ട് ദോശ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.